ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഓണം വരവായി. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ ഉണർത്തി ഒരു ഓണക്കാലം കൂടി. ഇന്ന് ചിങ്ങമാസത്തിലെ അത്തം നാൾ. ലോകം മുഴുവനുമുള്ള മലയാളികൾ അത്തം നാൾ മുതൽ പൂക്കളമിടുന്നു. അത്തം നാളിലാണ് ഓണാഘോഷത്തിന് തുടക്കമാകുന്നത്. ഇന്നാണ് പ്രശസ്തമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും തുടങ്ങുന്ന യാത്ര നഗരം ചുറ്റി തിരികെ സ്കൂൾ ഗ്രൌണ്ടിലെത്തുമ്പോൾ ഘോഷയാത്ര അവസാനിക്കും. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഘോഷയാത്രയിൽ ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളും മറ്റ് കലാരൂപങ്ങളുമായി സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള കലാകാരന്മാർ പങ്കെടുക്കും. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് Z+ സുരക്ഷ നൽകും. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് Z+ സുരക്ഷ നൽകും. സുരക്ഷയ്ക്കായി ഡൽഹി പോലീസിന്റെ 40 ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. കഴിഞ്ഞ ദിവസം CRPF സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി. മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്ക് ശക്തമായ സുരക്ഷാ വലയം തീർക്കുമെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഓരോ സന്ദർശകരെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്നും ഡൽഹി പോലീസ് പറഞ്ഞു. ഡൽഹി പോലീസ് മുഖ്യമന്ത്രിക്ക് മതിയായ സുരക്ഷ നൽകുന്നുണ്ടെന്ന വിലയിരുത്തലിലായിരുന്നു നേരത്തെ Z കാറ്റഗറി സുരക്ഷാ കേന്ദ്രം പിൻവലിച്ചിരുന്നത്. രേഖ ഗുപ്ത ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കവെ സിവിൽ ലൈൻസ് വസതിയിൽ വെച്ച് ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു ആഭ്യന്തര മന്ത്രാലയം CRPF സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശി രാജേഷ് സ്കറിയ എന്നയാൾ മുഖ്യമന്ത്രിക്ക് നേരെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഭാരമുള്ള വസ്തു എടുത്തെറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ ആഴ്ചതോറും നടക്കാറുള്ള ജനസമ്പർക്ക പരിപാടിയിൽ പരാതി നൽകാനെന്ന വ്യാജേനയാണ് ഇയാൾ അന്നെത്തിയിരുന്നത്. മുഖ്യമന്ത്രി പരാതി കേൾക്കുന്നതിനിടെ ഇയാൾ മുന്നോട്ട് വന്ന് പേപ്പർ നൽകുകയും അസഭ്യം പറയുകയും ചെയ്തു. ആക്രമണത്തിൽ തലയ്ക്ക് നേരിയ പരിക്കേറ്റ രേഖാ ഗുപ്തയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമിയെ കീഴ്പ്പെടുത്തി ഡൽഹി പോലീസിന് കൈമാറിയിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് കോൾ അടിച്ചു. 4500 രൂപ ഓണം ബോണസ്, അഡ്വാൻസായി 20,000 രൂപയും അനുവദിക്കും. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപയാണ് ബോണസായി സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ഭത്ത 2750 രൂപയിൽ നിന്നും 3000 രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ഭത്ത 250 രൂപയും വർദ്ധിപ്പിച്ചു. ഇതോടെ പ്രത്യേക ഉത്സവ ഭത്ത 1250 രൂപയായി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവ ഭത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 250 രൂപ വീതം വർദ്ധിപ്പിച്ചു. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുക. രാഹുലിന്റെ സസ്പെൻഷൻ സണ്ണി ജോസഫിന്റെ കുശാഗ്ര ബുദ്ധി, സതീശനെ തകർക്കുവാനുള്ള നീക്കം സജി ചെറിയാൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത് കെണിയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. സസ്പെൻഷൻ നടപടികൾ കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫിന്റെ ക്രൂക്കഡ് ബുദ്ധിയുടെ ഭാഗമാണെന്നും സജി ചെറിയാൻ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ബുദ്ധിമാനായിരുന്നുവെങ്കിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ രാഹുലിന് നിരപരാധിത്വം തെളിയിക്കുവാനുള്ള അവസരം നഷ്ടമായി. VD സതീശനെ തകർക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻപ് K കരുണാകരന്റെ ഭാര്യയെ പോലും നിന്ദിച്ചയാളാണ് മാങ്കൂട്ടത്തിലെന്നും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണെന്നും സജി ചെറിയാൻ വിമർശിച്ചു. താൻ മുൻപ് രാജിവച്ചത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുലിനെ കൈകാര്യം ചെയ്യുവാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന്റെ ഭാഗമായാണ് രാജിക്കാര്യത്തിൽ വ്യത്യസ്താഭിപ്രായം ഉയർന്നുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് ലഹരി ഉപയോഗത്തിനിടെ മരിച്ച യുവാവിനെ കുഴിച്ചിട്ട കേസ്. വിജിലിന്റെ ഒരു അസ്ഥി കടലിൽ ഒഴുക്കിയതായി പ്രതികളുടെ മൊഴി. കോഴിക്കോട് അമിത അളവിൽ ലഹരി കുത്തിവച്ചതിനെ തുടർന്ന് മരിച്ച യുവാവിനെ കുഴിച്ചിട്ട സംഭവത്തിൽ പ്രതികളുടെ കൂടുതൽ മൊഴി പുറത്ത്.
വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസത്തിന് ശേഷം ഒരു അസ്ഥി കടലിൽ ഒഴുക്കിയതായി പ്രതികൾ മൊഴി നൽകി. വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ചതായും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഇത് കണ്ടെത്തുവാനുള്ള ശ്രമം ഇന്ന് നടത്തും. വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശിയായ വിജിലിന്റെ മരണത്തിൽ സുഹൃത്തുക്കളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് എലത്തൂർ പോലീസിന്റെ പിടിയിലായത്. 2019 കേസിനാസ്പദമായ സംഭവം. അമിത അളവിൽ ലഹരി മരുന്ന് നൽകിയതിനെ തുടർന്ന് വിജിൽ ബോധരഹിതനായപ്പോൾ കുഴിച്ചിടുകയായിരുന്നു. സരോവരം പാർക്കിൽ കുഴിച്ചിട്ടതാണ് എന്നായിരുന്നു നേരത്തെ പിടിയിലായ യുവാക്കൾ മൊഴി നൽകിയത്. അതേസമയം റിമാൻഡിലുള്ള 1-3 പ്രതികളായ നിഖിലിനെയും ദീപേഷിനെയും കസ്റ്റഡിയിൽ വാങ്ങുവാൻ അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും. കൊയിലാണ്ടി കോടതിയിലാണ് അപേക്ഷ നൽകുക. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടൻ മൃതദേഹം കണ്ടെടുക്കാനടക്കം നടപടികൾ തുടങ്ങുമെന്നും പോലീസ് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിപ്പിക്കുവാൻ കോൺഗ്രസ്. വിഷയമിനി ചർച്ച ചെയ്യേണ്ടതില്ലെന്ന തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിപ്പിക്കുവാൻ കോൺഗ്രസ്. വിഷയമിനി ചർച്ചയ്ക്കെടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. കൂടുതൽ പരാതികൾ വരുന്നുവെങ്കിൽ മാത്രം രാഷ്ട്രീയമായി നേരിടണമെന്നും നേതൃതലത്തിൽ ധാരണയായി. രാജിക്കായി സമരം തുടരുമെങ്കിലും സിപിഐഎമ്മും സമ്മർദ്ദം ശക്തമാക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി തൽക്കാലം കോൺഗ്രസിന്റെ അജണ്ടയിൽ ഇല്ല. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതോടെ വിവാദം അവസാനിക്കും എന്നാണ് കണക്കുകൂട്ടൽ. സിപിഐഎമ്മിന്റെയും ബിജെപിയുടെയും സമരങ്ങളും കൂടുതൽ ദിവസം തുടരില്ല എന്ന് നേതൃത്വം കരുതുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലും മിതത്വം പാലിക്കുവാനാണ് നീക്കം. കൂടുതൽ പരാതികൾ വരുന്നുവെങ്കിൽ നേതൃത്വം പരിശോധിക്കും. പാർട്ടി തല അന്വേഷണം ഉണ്ടാകില്ല. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നിർദ്ദേശിക്കും. അതേസമയം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വിഷയത്തിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക വിവാദത്തിലും സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളിലും സമരം തുടരുവാനാണ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് തൃശൂരിലേക്ക് നേരത്തെ നിശ്ചയിച്ച ലോങ് മാർച്ച് വൈകാതെ സംഘടിപ്പിക്കും. കെപിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വിഷയത്തിലും ചർച്ചകൾ തുടരും. സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല. രാഹുൽ എന്ത് പ്രതിരോധമുയർത്തും എന്നതും കാത്തിരുന്ന് കാണണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മുൻ AG ജെയിംസ് ജോസഫ് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്നു. മൃതദേഹം നാളെ PTP നഗറിലെ വീട്ടിലെത്തിക്കും. റീൽസ് മാത്രം പോരാ, പ്രവർത്തനവും വേണം. ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കണമെന്ന സന്ദേശം ലഭിച്ചു രമേശ് ചെന്നിത്തല. കോൺഗ്രസിൽ ചെറുപ്പക്കാർക്ക് വലിയ പരിഗണന ഉണ്ടെന്നും അവരെ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിവാദങ്ങൾ നൽകുന്ന സന്ദേശം ഇതാണെന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. റീൽസ് മാത്രം പോരാ, പ്രവർത്തനവും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയതായി പാർട്ടിയിലെത്തുന്നവർക്ക് ചുമതലകൾ നൽകുമ്പോൾ അവർ ആരാണെന്ന് കൂടി മനസ്സിലാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഖദർ വിവാദത്തിലും രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കി. ഖദർ ധരിക്കാത്തത് തെറ്റായി കാണേണ്ടെന്നും എന്നിരിക്കലും ഖദർ രാജ്യസ്നേഹം ഉൾപ്പെടെയുള്ള നിരവധി മൂല്യങ്ങളുടെ പ്രതീകമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.